കേരളത്തിൽ മിന്നുന്ന വിജയം നേടിയ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വലിയ ആഹ്ലാദത്തിലാണ്. ആ സമയം പലരും ഡൽഹിയിലേക്ക് പോകാൻ നോക്കുന്നു. വിജയിച്ച് എംപിമാരായവരൊക്കെ ഡൽഹിയിലേക്ക് കുപ്പായം തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് KPCC മെമ്പർ ആയ മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന KC അബു മണാലിക്കാണ് പോകുന്നത്. എന്തിനാണ് ഇപ്പോൾ മണാലിക്ക് പോകുന്നതെന്നല്ലേ? അതിലൊരു സർപ്രൈസ് ഉണ്ട്. 1.5 ലക്ഷം വോട്ട്, 1 ലക്ഷത്തിൽ മേലെ വോട്ട് കിട്ടിയാലാണ് മണാലിക്ക് പോകാമെന്ന് ബെറ്റ് വെച്ചത് അല്ലേ? എന്തായിരുന്നു ആ ബെറ്റ്? അത് ഞാൻ ബെറ്റ് വെച്ചത് ഒരു CP അബ്ദുറഹിമാൻ എന്ന് പറയുന്ന എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ്. പണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ, യൂത്ത് കോൺഗ്രസിലൊക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നയാളാണ്. പിന്നെ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് പാർട്ടിയിലുണ്ടായ ഈ സ്പ്ലിറ്റ്, പല സന്ദർഭത്തിലുണ്ടായ ഈ സ്പ്ലിറ്റൊക്കെ വന്ന് ഇപ്പോൾ അദ്ദേഹം NCPയുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ എന്നും പതിവായി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ വരുന്ന ആളാണ്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ഞാനൊരു 10-30 വർഷമായിട്ട് റെഗുലർ സ്വിമ്മറാണ്. സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് വിധി അബ്ദുറഹിമാനും അവിടെ പതിവായി വരാറുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ എത്ര സീറ്റ് കിട്ടും, കോഴിക്കോട് ആര് ജയിക്കും, ഇതൊക്കെ സംസാര വിഷയമായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കോഴിക്കോട് പിന്നെ MK രാഘവൻ നിർബന്ധമായും ജയിക്കും. അപ്പോൾ അയാൾ സ്വാഭാവികമായും ഒരു LDF ആളെന്ന നിലയിൽ അദ്ദേഹം LDF കാൻഡിഡേറ്റായ കരീം ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ബെറ്റ് വെക്കാനുണ്ടോയെന്ന് ചോദിച്ചു. ആദ്യം തന്നെ പറഞ്ഞത് പിന്നെ എന്നാൽ ഞാൻ എൻ്റെ ഒന്നിനാളും കൂടി തയ്യാറായില്ല ആ കാര്യം. പിന്നെ എന്നാൽ പിന്നെ തലമുണ്ടനും ചെയ്യാൻ ബെറ്റ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തമാശ പറഞ്ഞു, തലമുണ്ടന് ചെയ്യാൻ അബുവിൻ്റെ തലയിൽ മുടിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ പറ്റില്ല എന്ന്. പിന്നെ അവസാനം ഞങ്ങൾ ഒരു മണാലി ട്രിപ്പ്, MK രാഘവൻ ജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചിലവിൽ എന്നെ മണാലിക്ക് കൊണ്ടുപോകും. അല്ല, അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റാണ് ജയിക്കുന്നതെങ്കിൽ പൂർണ്ണമായും എൻ്റെ ചിലവിൽ ഞാൻ അദ്ദേഹത്തെ മണാലിക്ക് കൊണ്ടുപോകണം. ഭൂരിപക്ഷവും പ്രവചിച്ചിരുന്നു അല്ലേ? അതെ, ഭൂരിപക്ഷം ഏതായാലും 1 ലക്ഷത്തിന് നല്ല വോട്ടിന് ജയിക്കുന്നു പറഞ്ഞു. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലല്ല ബെറ്റ്, ജയിക്കുമെന്ന കാര്യത്തിലാണ്. പിന്നീട് അവിടെ പൂളിലെ ഒരു മാനേജറുണ്ട്, ആലിക്കോയക്ക. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, അദ്ദേഹത്തെയും സാക്ഷി നിന്നുകൊണ്ടാണ് ബെറ്റ് വെച്ചത്. അപ്പോൾ MK രാഘവൻ നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അനായാസം ജയിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ ബെറ്റ് വെച്ച എൻ്റെ സുഹൃത്തുമായി രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം അബുവിന് സൗകര്യമുള്ള ഒരു ദിവസം പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുക. മുൻപ് മണാലിക്ക് പോയിട്ടുണ്ടോ? മുമ്പ് പോയിട്ടുണ്ട്, കുടുംബസമേതമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം മണാലി എന്ന് പറയുന്ന സ്ഥലം തീരുമാനിച്ച അദ്ദേഹമാണ്. നമുക്ക് എന്നാലും അങ്ങനെ ഒരു ട്രിപ്പ് വെക്കാം. കാശ് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഞാൻ ബെറ്റ് വെക്കാനില്ല, ഒരു ട്രിപ്പ് ആവാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മണാലി ട്രിപ്പാണ്, അതിനുവേണ്ടിയാണ് ബെറ്റ് വെച്ചത്. എന്നാ പോകുന്നത്? അപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ ആഘോഷവും ആരവും ഒക്കെ കഴിഞ്ഞിട്ട് എന്തിനൊന്നും പ്രയാസം വരുത്താത്തൊരു ദിവസം പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണ പൈസക്കൊക്കെയാണ് ബെറ്റ് ഉണ്ടാവാറല്ലേ? ഇതൊരു ട്രിപ്പ് തന്നെയാണ്. ട്രിപ്പാണ്. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ റെഗുലറായി വരുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പല പാർട്ടിക്കാരും ഉണ്ടാവും, പല ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരു കുടുംബം പോലെ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെയൊക്കെ പ്രഭാതം ആരംഭിക്കുന്നത്, ഒരു ദിവസം ആരംഭിക്കുന്നത് ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിലാണ്. ഈ നീന്തലാണോ ആരോഗ്യത്തിൻ്റെ രഹസ്യം? ഈ പതിവായി നീന്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വ്യായാമമാണെന്നാണ് പലരും പറയുന്നത്. നമുക്ക് ബ്രീത്തിങ്ങിന് നല്ല ഒരു വ്യായാമമാണ് സ്വിമ്മിങ്. ഒരു പ്രായം കഴിഞ്ഞാലും നമ്മൾ ജിമ്മിലൊക്കെ പോവുക, ട്രെഡ്മില്ലിൽ പോവുക, അങ്ങനെയൊക്കെ നമുക്ക് തേയ്മാനമൊക്കെ ഉണ്ടാവും. ഈ നീന്തിയാൽ ശരീരത്തിന് ഒരു തേയ്മാനവും ഉണ്ടാവില്ല, മൊത്തം ഒരു ഒരു ഫ്രഷ്നെസ് കിട്ടും, എല്ലാം കൊണ്ടും നല്ലതാണ്. അതുകൊണ്ട് നീന്തൽ. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? രാഘവൻ ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം രാഘവന് എന്നും ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ്. ഇലക്ഷൻ സമയത്ത് മാത്രം ഇപ്പം എന്നെ കാൻഡിഡേറ്റ് ആയാലും ഞാൻ സ്വാഭാവികമായി കാൻഡിഡേറ്റ് ആവും. രാഘവൻ എന്നും തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആദ്യമായി രാഘവൻ മത്സരിച്ചപ്പോൾ ഞാൻ ഇവിടെ DCC പ്രസിഡൻ്റാണ്. അന്ന് കോൺഗ്രസിൻ്റെ UDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന കോൺഗ്രസ് കാൻഡിഡേറ്റ് MK രാഘവൻ ജയിച്ചു. നെക്സ്റ്റ് ഇലക്ഷനൊക്കെ ആകുമ്പം രാഘവന് ജനങ്ങളിൽ കാര്യമായ സ്വാധീനമുണ്ടായി.
പിന്നെ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ അദ്ദേഹം ജയിച്ചത്, ആദ്യത്തെ ഇലക്ഷനിൽ ജയിച്ചത് മുഹമ്മദ് റിയാസ്, രണ്ടാമത്തെ ഇലക്ഷനിൽ വിജയരാഘവൻ, മൂന്നാമത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രദീപ് കുമാർ. അപ്പം രാഘവൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളുമായി, ഇപ്പോൾ ചില ആളുകളൊക്കെ ഈ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും എന്ന് പറയുന്ന പോലെ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ജനങ്ങളെ ഓർമ്മിക്കുന്നവരാണ്. പക്ഷെ രാഘവൻ എന്നും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നയാളാണ്. പഞ്ചായത്ത് മെമ്പറേക്കാൾ കൂടുതൽ ഈ ഒരു പാർലമെൻറ്റ് മെമ്പറായിട്ടും ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളുമായി നേരിട്ട് അടുപ്പവും ബന്ധവും നിലനിർത്തുവാനും സൂക്ഷിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബെറ്റെക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊട്ടും ഭയമുണ്ടായിരുന്നില്ല. ഇല്ലല്ല. പിന്നെ ഒരു ട്രെൻഡ്, കേന്ദ്രം ഭരിക്കുന്ന മോഡിക്കും കേരളം ഭരിക്കുന്ന പിണറായിക്കുമെതിരെയുള്ള ഒരു വികാരം കേരളത്തിലുണ്ടായിരുന്നു. അത് എല്ലാ നിയോജകമണ്ഡലങ്ങളിലും അത് പ്രതിഫലിച്ചു, നമുക്കിവിടെ കാണാനും കഴിഞ്ഞു. ഇതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഏതായാലും ഉടൻ തന്നെ മണാലി യാത്രയ്ക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് കെ സി അബു. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.